യുക്രൈനിൽ 5 വെടിനിർത്തൽ. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ യുദ്ധഭൂമിയായ സുമിയിൽ നിന്നും ഇന്ത്യൻ പൌരന്മാരെ സുരക്ഷിതമായി ഒഴിപ്പിച്ചു. മലയാളികളടക്കം 694 ഇന്ത്യൻ പൌരന്മാരെ യുക്രൈൻ നഗരമായ പോൾട്ടോവയിലേക്ക് എത്തിച്ചു. റെഡ് ക്രോസിന്റെ സഹായത്തോടെയാണ് ഇന്ത്യൻ ദൌത്യസംഘം പൌരന്മാരെ പുറത്തെത്തിച്ചത്. സുമി ഉൾപ്പെടെ യുക്രൈനിലെ 5 നഗരങ്ങളിൽ റഷ്യ താത്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഒഴിപ്പിക്കൽ നടപടി. മൈക്കോലേവ് തുറമുഖത്ത് കുടുങ്ങിയ 75 ഇന്ത്യക്കാരെയും സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി. എന്നാൽ മാനുഷിക ഇടനാഴി സംബന്ധിച്ച ധാരണ റഷ്യ ലംഘിച്ചതായി യുക്രൈൻ ആരോപിച്ചു. മാരിയോപോളിലെ സുരക്ഷിത പാതയിൽ റഷ്യ ഷെല്ലാക്രമണം നടത്തിയെന്നാണ് ആരോപണം. സുമി സിറ്റിയിൽ ഇന്നലെ ഉണ്ടായ ഷെല്ലാക്രമണത്തിൽ 2 കുട്ടികളടക്കം 21 പേർ മരിച്ചു. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് പ്രജിൻ സി കണ്ണൻ, ഒപ്പം തന്നെ ഡൽഹിയിൽ നിന്ന് MP പ്രദീപ് കുമാർ എന്നിവർ. ആദ്യം പ്രദീപിലേക്ക്. പ്രദീപ്, ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് നമ്മളിപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പോൾട്ടോവയിലേക്ക് ഇന്ത്യക്കാരെ മുഴുവൻ ഒഴിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ സുമി സിറ്റിയിൽ ഒരു ഇന്ത്യക്കാരൻ പോലും ബാക്കിയില്ല എന്ന വിവരമാണോ നമുക്ക് ലഭിക്കുന്നത്? അനുജ, അങ്ങനെ തന്നെയാണ്. ഏറെ സന്തോഷം നൽകുന്നതും ആശ്വാസം നൽകുന്നതുമായ വാർത്തകളാണ് ഇപ്പോൾ യുക്രൈനിൽ നിന്നും വരുന്നത്. കാരണം സുമി നഗരത്തിൽ കുടുങ്ങിക്കിടന്ന 694 ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ഒഴിപ്പിച്ചിരിക്കുന്നു. ഈ വിവരം കേന്ദ്ര സർക്കാർ തന്നെയാണ് വ്യക്തമാക്കിയത്. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ചില വിവരങ്ങൾ ഇപ്പോൾ പുറത്ത് പറഞ്ഞത്. അതായത് സുമിയിലുള്ള 694 ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ബസ്സുകളിൽ അവരെ പോൾട്ടോവയിൽ എത്തിച്ചിരിക്കുന്നു. മാത്രമല്ല, ഇനി പോൾട്ടോവയിൽ നിന്നും അടുത്ത യുക്രൈന്റെ പടിഞ്ഞാറ് അതിർത്തി അവിടെ എത്തിക്കുക. അവിടെ നിന്നും തൊട്ടടുത്ത ഏത് അതിർത്തി വഴിയാണ് ഇവരെ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും അക്കാര്യം പുറത്തു പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഹംഗറിയുടെയോ റൊമാനിയയുടെയോ അല്ലെങ്കിൽ പോളണ്ടിന്റെയോ അതിർത്തി കടന്നുകൊണ്ട് അവിടെ നിന്നും വിമാനത്തിൽ അവർ രാജ്യത്തെ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ രാജ്യം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഡൽഹിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിന് കീഴിലെ വാർ റൂം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നേരത്തെ ഇത് സംബന്ധിച്ച ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതായത് ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വഴിയിൽ അത് കോൺവോയ് ആയിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അവരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് തന്നെയാണ് ഏറ്റവും ഒരു മുന്തിയ പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുന്നത്. രക്ഷാദൌത്യത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ ബസ്സുകളിൽ, അതായത് ഈ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കൊണ്ടുപോകുന്ന ബസ്സുകളിൽ ഇന്ത്യൻ പതാക പതിപ്പിച്ചുകൊണ്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. റെഡ് ക്രോസും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരും ഇവരെ അകമ്പടി സേവിച്ച് ഈ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന ബസ്സുകൾക്ക് പിന്നാലെ അല്ലെങ്കിൽ അവർക്ക് അകമ്പടി സേവിച്ചുകൊണ്ട് ഈ റെഡ് ക്രോസും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും ഉണ്ട് എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ഇവരെ പോൾട്ടോവിൽ എത്തിച്ചിരിക്കുന്നു. ഈ 694 വിദ്യാർത്ഥികളെയും, അതായത് മലയാളികൾ അടക്കം ഉള്ളവരാണ് ഇവരെ ഇപ്പോൾ പോൾട്ടോവയിൽ എത്തിച്ചിരിക്കുന്നു. ഇനി ഇവരെ സ്വാഭാവികമായും അടുത്തത് ലിവിലായിരിക്കും എത്തിക്കുക. അത് ട്രെയിൻ മാർഗമാണോ ബസ് മുഖേനയാണെന്നുള്ള കാര്യം ഇതുവരെയും എംബസി ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. അത് ഈ വിദ്യാർത്ഥികളുടെ സുരക്ഷയും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കണം സ്വാഭാവികമായും ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ അവരുടെ റൂട്ടുകൾ സംബന്ധിച്ച് ഒരു കാരണവശാലും പുറത്ത് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ വിദ്യാർത്ഥികളോട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാൻ നിർദ്ദേശം നൽകിയെന്ന മറ്റുള്ള വിവരങ്ങളും ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്നുണ്ട്. അനുജ, ശരി, അതാണ് ആശ്വാസകരമായ വിവരം. സുമയിൽ നിന്നുള്ള മുഴുവൻ ഇന്ത്യക്കാരെയും പോൾട്ടോവയിലേക്ക് സുരക്ഷിതമായി തന്നെ ഒഴിപ്പിച്ചിരിക്കുന്നു എന്നത്. ഇനിയും യുക്രൈനിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങളുമായി പ്രജിൻ സി കണ്ണൻ ചേരുന്നു. പ്രജിൻ, ഇപ്പോൾ നമുക്കറിയാം വെടിനിർത്തൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രഖ്യാപിക്കുമ്പോഴും അതെല്ലാം ലംഘിക്കുകയാണ് റഷ്യ എന്ന ആരോപണം യുക്രൈൻ നിരന്തരം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലത്തെ സാഹചര്യം എങ്ങനെയാണ്? ആക്രമണത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? കുറെ കൂടി ഫലപ്രദമായി മാനുഷിക ഇടനാഴിയിലൂടെ ആളുകളെ ഒഴിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നതാണോ വിവരം? തീർച്ചയായിട്ടും രണ്ടാമത് പറഞ്ഞ കാര്യത്തിലേക്ക് ആദ്യം വരാം. അതായത് ആശ്വാസകരമായ വാർത്ത, ഈ പുതിയ ഹ്യൂമാനിറ്റേറിയൻ കോറിഡോർസ് തുറന്നതോടുകൂടി തന്നെ കൂടുതൽ ആൾക്കാരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട് എന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പോഴും അനുജ ആദ്യം സൂചിപ്പിച്ച കാര്യം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ രീതിയിൽ സീസ് ഫയർ വന്നെങ്കിലും അവിടെ ശക്തമായ ആക്രമണം ആ സമയങ്ങളിൽ നടന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ രീതിയിലാണ് ഇർപിൻ നഗരത്തിലൊക്കെ 8 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെ സീസ് ഫയർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ വലിയ തോതിലുള്ള ആക്രമണം ഇരുഭാഗത്തും ഉണ്ടായി. അങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടായത്. ഈ സിവിലിയൻസിനെതിരെയുള്ള ആക്രമണം റഷ്യ പലയിടങ്ങളിലും തുടരുന്നുണ്ട് എന്ന ആരോപണം ഇന്നും യുക്രൈൻ ഉയർത്തുന്നുമുണ്ട്. നമുക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത് നേരത്തെ പ്രദീപ് സൂചിപ്പിച്ചു. ഈ സുമിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അവരെല്ലാം തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ ഇതിനോടൊപ്പം സാധിച്ചിട്ടുണ്ട്. ആ നടപടി ആരംഭിച്ചിട്ടുണ്ട്. പോൾട്ടോവ സിറ്റിയിലേക്ക്, അതായത് ഈ സുമിയുടെ തെക്ക് ഭാഗത്താണ് പോൾട്ടോവ ഉള്ളത്. ഈ പോൾട്ടോവയിലേക്ക് അവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഫ്രം പോൾട്ടോവ അവിടെ നിന്നായിരിക്കും റഷ്യയിലേക്ക് ഒരു കോറിഡോർ ഓപ്പണായി
കിട്ടുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അതായത് ഈ ഗ്രീൻ കോറിഡോർസ് തുടങ്ങിയിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് റഷ്യ വ്യക്തമാക്കുന്നുണ്ട്. അത് 3 ഇടങ്ങളിൽ നിന്നാണ് എന്നുകൂടി അവർ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സുമി എന്നുള്ളത്. അതായത് ഫ്രം സുമി ടു പോൾട്ടവ സിറ്റി ആൻഡ് ഫ്രം പോൾട്ടവ സിറ്റി ടു റഷ്യ എന്ന രീതിയിലാണ് ഈ ഒരു ഇവാക്യുവേഷൻ പ്രോസസ് പ്ലാൻ ചെയ്തത്. മറ്റൊരു ഇടനാഴി എന്ന് പറയുന്നത് കീവിൽ നിന്നാണ്, ഈ ക്യാപിറ്റൽ സിറ്റി ഓഫ് യുക്രൈൻ. കീവിൽ നിന്നും നേരെ ഒരു കോറിഡോർ ബെലറൂസിലേക്കാണ്, ബെലറൂസിൽ നിന്ന് പിന്നീട് റഷ്യയിലേക്ക് പോകാം എന്നൊരു വാഗ്ദാനമാണ് റഷ്യ ആ രീതിയിൽ തന്നിട്ടുള്ളത്. മറ്റൊന്ന് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായ, ശക്തമായ ഷെല്ലിംഗ് നടന്ന മരിയുപോൾ. ഇവിടെ ഇപ്പോൾ സീസ് ഫയർ ഉണ്ട്. ഈ മരിയുപോളിൽ നിന്ന് ഈ കിഴക്കൻ അതിർത്തി വഴി റഷ്യയിലേക്ക് മൂവ് ചെയ്യാം, ആ രീതിയിൽ ഒരു കോറിഡോർ തുറന്നു തരാമെന്നാണ് റഷ്യയുടെ വാഗ്ദാനം. ഇങ്ങനെയുള്ള 3 രീതിയിലൂടെ എത്രയും പെട്ടെന്ന് ആൾക്കാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ പദ്ധതി. അത് എത്രമാത്രം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ എംബസി പറഞ്ഞത്, എത്രയും പെട്ടെന്ന് കഴിയാവുന്ന രീതിയിലൊക്കെ തന്നെ വാഹനങ്ങൾ റെഡിയാക്കി നിങ്ങൾ അതിർത്തിയിലേക്ക് മാറുക, ഈ അവസരം കൃത്യമായി പ്രയോജനപ്പെടുത്തുക എന്ന നിർദ്ദേശം ഇതിനോടകം എംബസി നൽകിയിട്ടുമുണ്ട്. കീവിലെ എംബസി ആ രീതിയിൽ നിർദ്ദേശം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും, ഈ യുക്രൈനിലെ പ്രത്യേകിച്ചും കിഴക്ക് മേഖലയിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് മറ്റൊരു കാര്യമുള്ളത്, ഈ കിഴക്കൻ മേഖലയാണ് ഇപ്പോൾ ഈ സീസ് ഫയർ വന്നിട്ടുള്ളത്. പക്ഷേ അതേസമയം ഒഡേസ എന്ന് പറയുന്ന തെക്കുള്ള ഈ തുറമുഖ നഗരം, അതൊക്കെ കേന്ദ്രീകരിച്ച് ഷെല്ലിംഗ് നടക്കുന്നുണ്ട് എന്ന വാർത്ത കൂടി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വഴി കീവിലേക്ക് ഒരു സൈനിക നീക്കം നടക്കുന്നുണ്ട്, ബെലറൂസ് വഴിയുള്ള സൈനിക നീക്കത്തിനും സാധ്യതയുണ്ട് എന്ന വാർത്ത കൂടി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനുജ, ശരി, അതാണ് റഷ്യയിൽ നിന്നും യുക്രൈനിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. അതിനിടെ ഇന്ത്യൻ വിദ്യാർത്ഥി യുക്രൈൻ സൈന്യത്തിൽ ചേർന്നതായി ഒരു വിവരം കൂടി പുറത്തുവന്നു. തമിഴ്നാട് കോയമ്പത്തൂർ ഗൗണ്ടംപാളയം സ്വദേശി സായ് നികേഷ് രവിചന്ദ്രനാണ് സൈന്യത്തിനൊപ്പം ചേർന്നതായി സംശയിക്കുന്നത്. ഖാർക്കീവ് എയറോനോട്ടിക്കൽ സർവകലാശാലയിൽ വിദ്യാർത്ഥിയാണ്. വിദേശ പൗരന്മാർ ഉൾപ്പെടുന്ന ഇന്റർനാഷണൽ ലീജിയൻ ഫോർ ടെറിട്ടോറിയൽ ഡിഫൻസിൽ ഇയാൾ ചേർന്നതായാണ് വിവരം. ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ കോയമ്പത്തൂരിലെ സായ് നികേഷിന്റെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 1 മാസം മുൻപ് നാട്ടിലെത്തിയപ്പോൾ യുക്രൈൻ സൈന്യത്തോടൊപ്പം ചേരുമെന്ന് സായ് പറഞ്ഞിരുന്നുവെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ആയുധങ്ങളുമായി നിൽക്കുന്ന ചിത്രങ്ങളും ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സായിയെ ഫോണിൽ കിട്ടുന്നില്ലെന്നും അന്വേഷണം നടക്കുന്നതിനാൽ വിവരങ്ങൾ പുറത്തുവിടാനാകില്ലെന്നും ലോക്കൽ പോലീസ് പറഞ്ഞു. കൂടുതൽ പ്രതികരിക്കാൻ കുടുംബവും തയ്യാറായിട്ടില്ല. രാജ്യത്ത് ഇന്ധനവില ഉയർന്നേക്കുമെന്ന സൂചന നൽകിയിരിക്കുന്നു കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി. ഈ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. റഷ്യ യുക്രൈൻ യുദ്ധം രാജ്യത്തെ ഇന്ധനവിലയെ സ്വാധീനിക്കുമെന്ന് വ്യക്തമാക്കിയ മന്ത്രി രാജ്യത്തിന്റെ താൽപര്യങ്ങൾ കണക്കിലെടുത്ത് തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നേക്കുമെന്നും പറഞ്ഞു. സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ രാജ്യത്താകമാനം ഇന്ധനവിലയിൽ വരും ദിവസങ്ങളിൽ വൻ കുതിപ്പുണ്ടാകുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. 2 ആഴ്ചയായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $130 കടന്ന സ്ഥിതിക്ക് രാജ്യത്തെ എണ്ണവില ഉയർന്നേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഇതിനു പിന്നാലെയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രിയുടെ പ്രതികരണം. ആഗോളമായിട്ടാണ് എണ്ണവില നിശ്ചയിക്കുന്നത്. യുദ്ധ സാഹചര്യം എണ്ണവില വർദ്ധിക്കുന്നതിൽ ഘടകമാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിലെ നിലവിലെ വിലക്കയറ്റം വെച്ച് ഇന്ധനവിലയിൽ ലിറ്ററിന് 15 മുതൽ 20 രൂപയുടെ വർധനയുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. രൂപയുടെ മൂല്യത്തകർച്ചയും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഉത്തർപ്രദേശ് അടക്കം 5 സംസ്ഥാനങ്ങളിലെ നിർണായക തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് കഴിഞ്ഞ നവംബറിലാണ് രാജ്യത്തെ ഇന്ധനവില താഴ്ത്തിയത്. വില എത്രത്തോളം ഉയരുമെന്ന ആശങ്കയിലാണിപ്പോൾ സാധാരണക്കാർ. 24 ഡൽഹി. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ നശിപ്പിക്കപ്പെട്ടെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. മുംബൈയിലെ ലാബിൽ എത്തിച്ചാണ് തെളിവുകൾ നശിപ്പിച്ചത്. ജാനുവരി 29, 30 തീയതികളിലാണ് വിവരങ്ങൾ നശിപ്പിച്ചതെന്നും ഫോറൻസിക് റിപ്പോർട്ട്. നിർണായക റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ചു. എസ് ശ്രീകാന്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്രീകാന്ത്, തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയുടെ ഫലമാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? അതാണോ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്? എത്രത്തോളം നിർണായകമാണ് ഈ വിവരങ്ങൾ? അനുജ, ഈ വധഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നാളെ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുന്നുണ്ട്. അതായത് ഈ വധഗൂഢാലോചന കേസിൽ തനിക്കെതിരായ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയാണ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ഇതിന്മേൽ സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിലാണ് ഈ ഫോറൻസിക് റിപ്പോർട്ടിന്റേതടക്കമുള്ള വിശദാംശങ്ങൾ ഉള്ളത്. ദിലീപ് തെളിവുകൾ നശിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഫോറൻസിക് റിപ്പോർട്ടിൽ കൃത്യമായി ക്രൈംബ്രാഞ്ച് പറയുന്നത്. ദിലീപിന്റെ ഫോണിലെ വിവരങ്ങൾ ജനുവരി 29-നും 30-നും നശിപ്പിച്ചു എന്നുള്ള കാര്യം ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുംബൈയിലെ ലാബിലെത്തിച്ചാണ് തെളിവുകൾ നശിപ്പിച്ചതെന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്.
ദിലീപിന്റെ അഭിഭാഷകൻ മുംബൈയിലെ ലാബിലേക്ക് കൊറിയർ വഴിയാണ് ഇവ അയച്ചതെന്നും ഇതിനുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആകെ 4 ഫോണുകൾ ഐഫോൺ അടക്കം ലാബിലെത്തിക്കുകയുണ്ടായി. 2 ഫോണിലെ വിവരങ്ങൾ നശിപ്പിച്ച ശേഷം അത് കോടതിക്ക് കൈമാറുകയും ചെയ്തുവെന്നും ഇവർ പറയുന്നു. ലാബിന്റെ ഡയറക്ടറെയും ഒപ്പം ജീവനക്കാരെയും തങ്ങൾ ചോദ്യം ചെയ്തുവെന്നും ഇവർ നശിപ്പിച്ച തെളിവുകളുടെ മിറർ ഇമേജുകൾ വീണ്ടെടുക്കാൻ സാധിച്ചുവെന്നും ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാരണത്താൽ തന്നെ ഈ എഫ്ഐആർ റദ്ദാക്കണമെന്ന ഹർജി തള്ളണം. ഇതാണ് ഈ പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്തായാലും ഈ ഹർജി നാളെ പരിഗണിക്കും. അതിന് മുന്നോടിയായാണ് നിർണായകമായ വിവരങ്ങൾ ഇന്ന് കോടതി മുമ്പാകെ പ്രോസിക്യൂഷൻ സമർപ്പിച്ചത്. ശരി, വളരെ നിർണായകമായ വിവരങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതിനിടെ നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. തുടരന്വേഷണം നടത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരമാണെന്നും അതിൽ കോടതിക്ക് ഇടപെടാനാകില്ല എന്നും വ്യക്തമാക്കിയാണ് ഹർജി തള്ളിയത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ സിംഗിൾ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത്. നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലിരിക്കെ തുടരന്വേഷണം നടത്തുന്നത് നിയമപരമല്ലെന്നും ഇതിൽ ഗൂഢാലോചനയുണ്ടെന്നുമായിരുന്നു ദിലീപിന്റെ വാദം. എന്നാൽ കേസിൽ തുടരന്വേഷണം നടത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിവേചനാധികാരമാണെന്നും ഒരു കേസിൽ തെളിവുകൾ പുറത്തുവന്നാൽ അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു. ഹർജിയിൽ കോടതി പരിശോധിച്ചത് തുടരന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ചിന് അധികാരമുണ്ടോ എന്നത് മാത്രമാണ്. കേസിലെ തെളിവുകളിലേക്കും മറ്റും ഈ ഘട്ടത്തിൽ കടക്കുന്നില്ലെന്നും കോടതി വ്യക്തമാക്കി. കേസിൽ തുടരന്വേഷണം പൂർത്തിയാക്കാൻ 3 മാസത്തെ സമയമാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത്. എന്നാൽ ഏപ്രിൽ 15-നകം തുടരന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. നേരത്തെ സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് നടിയെ ആക്രമിച്ച കേസിൽ ക്രൈംബ്രാഞ്ച് സംഘം തുടരന്വേഷണം ആരംഭിച്ചത്. എന്നാൽ തുടരന്വേഷണത്തിനെതിരെ ദിലീപ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ദിലീപിന്റെ ഹർജിയെ എതിർത്ത് ആക്രമിക്കപ്പെട്ട നടിയും ഹൈക്കോടതിയിൽ നിലപാട് വ്യക്തമാക്കുകയുണ്ടായി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് ഹൈക്കോടതി അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ ഈ വിഷയമാണ് എൻകൌണ്ടർ വിശദമായി പരിശോധിക്കുന്നത്. എൻകൌണ്ടർ രാത്രി 7 മണിക്ക് KR ഗോപികൃഷ്ണനൊപ്പം. നമ്പർ 18 ഹോട്ടൽ ഉടമ റോയ് വയലാറ്റിന്റെ വീട്ടിൽ റെയ്ഡ്. ഇടക്കൊച്ചിയിലെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. ഫോർട്ട് കൊച്ചി നമ്പർ 18 ഹോട്ടലുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ റോയ് വയലാറ്റിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെയാണ് നടപടി. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി അറിയാൻ കഴിയുന്ന വിവരം? അനുജ, അല്പസമയം മുമ്പാണ് റോയ് വയലാറ്റിന്റെ ഇടക്കൊച്ചിയിലെ വീട്ടിൽ പോലീസ് സംഘം റെയ്ഡ് നടത്തിയത്. ഇന്ന് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഇയാളുടെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. ഇവിടെ നിന്നും ചില രേഖകളും മറ്റും പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ റോയ് വയലാട്ടിനെ ഇതുവരെയും കയ്യിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നതും. ഇന്ന് ഈ പോക്സോ കേസുമായി ബന്ധപ്പെട്ട റോയിയുടെയും ഒപ്പം സൈജു തങ്കച്ചന്റെയും മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി തള്ളിയിരുന്നു. പക്ഷേ 3ാം പ്രതിയായ അഞ്ജലിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഈ 2 പ്രതികളുടെയും മുൻകൂർ ജാമ്യം തള്ളാനുള്ള കാരണം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ്. എന്തായാലും റോയ്ക്കും സൈജുവിനുമായി തിരച്ചിൽ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. ശരി, റോയ് വയലാറ്റിന്റെ വീട്ടിൽ ഇപ്പോൾ റെയ്ഡ് നടക്കുന്നു. ഇയാളെ പിടികൂടുന്നതിന്റെ ഒരുക്കത്തിനിടയിലാണ് ഇത്തരത്തിലേക്കൊരു വാർത്ത കൂടി പുറത്തുവരുന്നത്. തിരികെ 24 വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു പുതിയ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. പ്രതിയെ പിടികൂടുന്നതിനിടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുത്തേറ്റു. തിരുവനന്തപുരം കല്ലമ്പലത്താണ് സംഭവം. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലെ വിനോദ്, ചന്തു, ശ്രീജിത്ത്, ജയൻ എന്നിവർക്കാണ് കുത്തേറ്റത്. കുത്തേറ്റ 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ നില ഗുരുതരമാണ്. പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച അനസിനെ പിടികൂടി. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്? അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം കല്ലമ്പലത്ത് ഈ സംഭവം ഉണ്ടായത്. ലഹരിമരുന്ന് കേസിലെ പ്രതിയെ പിടികൂടാനാണ് കല്ലമ്പലം സ്റ്റേഷനിലെ പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. ഇവിടെ വെച്ചാണ് ഇയാൾ ഈ പ്രതി അനസിനെ പിടികൂടുന്നതിനിടെയാണ് ഇയാൾ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് 4 പോലീസുകാരെ കുത്തിയത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഒരാൾക്ക് നട്ടലിനാണ് പരിക്കേറ്റത്, മറ്റൊരാൾക്ക് കഴുത്തിനാണ് പരിക്കേറ്റതെന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇവരെ 2 പേരെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയാണ്. സാരമായി പരിക്കേറ്റ മറ്റു 2 പേരെ പാരിപ്പള്ളിയിലെ ആശുപത്രിയിൽ തന്നെ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ്
നമുക്ക് ലഭ്യമാകുന്ന വിവരം. പാരിപ്പള്ളി കല്ലമ്പലം പോലീസ് സ്റ്റേഷനിലെ വിനോദ്, ചന്തു, ശ്രീജിത്ത്, ജയൻ എന്നിവർക്കാണ് കുത്തേറ്റിട്ടുള്ളത്. ഏതായാലും ഈ സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. നിലവിൽ ഈ ആദ്യഘട്ടത്തിൽ ഈ ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരിമരുന്ന് വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് അനസിനെ പോലീസ് പിടികൂടാൻ പോയത്. ഏതായാലും 2 പോലീസുകാരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവരെ അടിയന്തരമായി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയാണല്ലോ. ശരി, മയക്കുമരുന്ന് കേസിലെ പ്രതിയെ പിടികൂടുന്നതിനിടെയാണ് തിരുവനന്തപുരം കല്ലമ്പലത്ത് പോലീസുകാർക്ക് നേരെ ആക്രമണമുണ്ടായത്. ഈ പ്രതിയെ പോലീസ് പിടികൂടി, പക്ഷേ 2 പേരുടെ നില ഗുരുതരമെന്ന വിവരമാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് ഇന്ന് രാവിലെ വന്ന വാർത്ത 5 പേരുടെ ദാരുണാന്ത്യത്തിന്റെ വാർത്ത. വീടിന് തീപിടിച്ച ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ചു. 8 മാസം പ്രായമുള്ള കുഞ്ഞടക്കമാണ് ദുരന്തത്തിനിരയായത്. പുത്തൻചന്തയിലെ പച്ചക്കറി വ്യാപാരി പ്രതാപനും കുടുംബവുമാണ് മരിച്ചത്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക നിഗമനം. പുക ശ്വസിച്ചതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പറയുന്നു. പുലർച്ചെ 1:30യോടെയാണ് വർക്കലയെ നടുക്കിയ തീപിടുത്തമുണ്ടായത്. പ്രതാപൻ, ഭാര്യ ഷെർലി, മകൻ അഖിൽ, മറ്റൊരു മകനായ നിഹുലിന്റെ ഭാര്യ അഭിരാമി, പേരക്കുട്ടി 8 മാസം പ്രായമുള്ള റയാൻ എന്നിവരാണ് മരിച്ചത്. പ്രതാപന്റെ മറ്റൊരു മകനും അഭിരാമിയുടെ ഭർത്താവുമായ നിഹുൽ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സമീപവാസിയായ ശശാങ്കനാണ് തീപിടുത്തം ആദ്യം കണ്ടത്. ഞാൻ ഡോർ തുറന്ന് നോക്കുമ്പോഴും ഇവിടെ തീ ആളി കത്തുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ബൈക്ക് ഇരിക്കുന്ന സ്ഥലങ്ങളാണ് അത്. അങ്ങനെ ഞാൻ നിലവിളിക്കുന്നതായിട്ട് എൻ്റെ ഭാര്യ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവരും നിലവിളിച്ചുകൊണ്ട് ഇറങ്ങി വന്നു. തുടർന്ന് ശശാങ്കന്റെ മകൾ നിഹുലിനെ ഫോണിൽ വിളിച്ച് അപകട വിവരം അറിയിക്കുകയായിരുന്നു. അവർക്ക് ഇറങ്ങി വെളിയിൽ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. വീട്ടിലെന്തായാലും അറിഞ്ഞു കാണത്തില്ല. അങ്ങനെയാണ് ആദ്യം വിളിച്ചപ്പോൾ എടുത്തില്ല, 2ാമത് വിളിച്ചപ്പോഴാണ് ചേട്ടൻ എടുത്തത്. കാര്യം പറഞ്ഞപ്പോൾ തന്നെ കട്ടാക്കുകയും ചെയ്തു. വീടിന് വശത്തായി പാർക്ക് ചെയ്തിരുന്ന 4 ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. അവിടെ കൂടുതലായിട്ട് തീ കത്തുന്നുണ്ട്. അത് പ്രോബ്ലി ഫ്യൂവൽ ആണോ എന്തുകൊണ്ടെന്ന് ഇനി അവരുടെ എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ വാങ്ങിച്ചിട്ട് പറയാൻ പറ്റും. അഗ്നിബാധയുണ്ടായത് ഹാളിൽ നിന്നാണെന്നാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമിക നിഗമനം. മെയിൻ സ്വിച്ച് ബോർഡും ഡിസ്ട്രിബ്യൂഷൻ ബോർഡും പൂർണ്ണമായും കത്തിപ്പോയി. ഈ ഭാഗത്തെ ഭിത്തിയും വിണ്ടുകീറി. പുക ശ്വസിച്ചാണ് മരണമെന്ന് അഗ്നിശമന സേന ടെക്നിക്കൽ ഡയറക്ടർ നൌഷാദ് പറഞ്ഞു. നല്ല ഗാഠനിദ്രയായിരുന്ന സമയത്ത് ഈ കാർബൺ മോണോക്സൈഡൊക്കെ എത്തി അൺകോൺഷ്യസ് ആയി മാറുന്ന ഒരവസ്ഥയുണ്ട്. അപകടത്തിന് പിന്നാലെ വീടിന് പുറത്തേക്ക് വന്ന നിഹുൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണ്. രക്ഷാപ്രവർത്തകർ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അഭിരാമിയും കുഞ്ഞും ശുചിമുറിയിൽ തീർത്തും അവശനിലയിൽ നിലത്തിരിക്കുകയായിരുന്നു. താഴത്തെ നിലയിൽ കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്ന പ്രതാപനും ഭാര്യയ്ക്കും നേരത്തെ തന്നെ ജീവൻ നഷ്ടമായി. പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹങ്ങൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വിദേശത്തുള്ള മൂത്ത മകൻ എത്തിയ ശേഷമാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. 24 തിരുവനന്തപുരം. വനിതാ ദിനത്തിൽ തൊടുപുഴ മുട്ടം മഞ്ഞപ്രയിൽ യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം. പഴയമറ്റം സ്വദേശി സോനയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. 40% പൊള്ളലേറ്റ സോന കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണം നടത്തിയ ഭർത്താവ് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാവിലെ 8 മണിയോടെയാണ് സംഭവം. മഞ്ഞപ്രയിൽ സുഹൃത്തിന്റെ വീട്ടിലാണ് സോന കഴിഞ്ഞ കുറച്ച് ദിവസമായി താമസിച്ചിരുന്നത്. സോനയും ഭർത്താവ് രാഹുലും അകന്നു കഴിയുകയായിരുന്നു. ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന്റെ തുടർച്ചയാണ് ഇന്ന് ആസിഡ് ആക്രമണത്തിലേക്ക് എത്തിയത്. ഞാൻ പരിക്കാതെ നിൽക്കുമായിരുന്നു. ഇവിടെ ഓടി വന്ന് പരിക്കാതെ ഇവിടെ വലിച്ചടിച്ച് പുറത്തോട്ട് ഇറങ്ങി ഉടുപ്പ പിടിച്ചിരിക്കുമായിരുന്നു. ഞാൻ ഇങ്ങനെ കാണിക്കുന്ന വിടാന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല ഏട്ടാന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിങ്ങനെ ആ പെണ്ണ അങ്ങോട്ട് വലിച്ചോണ്ട് പോകുന്നത്. അപ്പം ഞാൻ തുണി മാറി പുറത്തിറങ്ങിയപ്പം ഈ ആദ്യത്തെ മുഖത്ത് ഒഴിക്കുകയും ചെയ്തു. ഈ സംഭവം നടന്നു. ഉടനെ ഞാൻ അവിടെ ഒരു വടിയെടുത്ത് എന്നിട്ട് അടിക്കാൻ തുടങ്ങിയപ്പം ഇവിടെ നേരെ ഓടുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സോനയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. നെഞ്ചിലും മുഖത്തും കൈകളിലും പുറത്തുമാണ് പൊള്ളലേറ്റത്. നിലവിൽ പൊള്ളലേറ്റവർക്കുള്ള ഐസിയുവിലാണ്. സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട രാഹുലിനെ മുട്ടത്തുനിന്ന് പോലീസ് പിടികൂടി. സോനയ്ക്ക് പലരുമായുള്ള അവിഹിത ബന്ധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് രാഹുൽ പോലീസിനോട് പറഞ്ഞത്. പ്രതി നിലവിലുള്ള ഭർത്താവുമായിട്ട് പിണങ്ങി കുറച്ച് ദിവസമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ആയതിലുള്ള വിരോധ നിമിത്തമാണ് ഇത്തരത്തിൽ പരാതിക്കാരിയുടെ ശരീരത്തെ ആസിഡ് ഒഴിക്കാനുള്ള കാരണമായിട്ടാണ് പ്രാഥമികമായിട്ട് നമ്മൾ വിലയിരുത്തുന്നത്. രാഹുലിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കും. രാഹുൽ വിജയൻ, 24 ഇടുക്കി. സ്ത്രീധനത്തിന് അറുതി വരുത്താനുള്ള നടപടികൾ സർക്കാർ ഊർജിതമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് സ്ത്രീകളെ കമ്പോളീകരിക്കുന്ന പ്രധാന പരിപാടി സ്ത്രീധനമാണ്. സ്ത്രീധന പരാതികളിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീധന പരാതികൾക്കായി പോർട്ടൽ, വിവാഹപൂർവ്വ കൌൺസിലിംഗ്, അങ്കണപ്പൂമഴ, അങ്കണവാടി പാഠപുസ്തകം എന്നീ 5 പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവാഹശേഷം സ്ത്രീകൾ എങ്ങനെയായിരിക്കണം
എങ്ങനെയായിരിക്കരുത് എന്നൊക്കെ ഒരുപാട് പുരുഷ കേന്ദ്രീകൃതമായ തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായുള്ള ഗാർഹിക അതിക്രമങ്ങളും ഉണ്ടാകാറുണ്ട്. ഇതിനെതിരെ കുടുംബങ്ങൾക്കകത്ത് തന്നെ കൃത്യമായ ബോധവൽക്കരണം ഉണ്ടാകണം. രാജ്യത്തെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് ഈ മാസം 27 മുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കും. ആരോഗ്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും സർവീസുകൾ. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, കോവിഡ് കാലത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണം അത് പൂർണ്ണമായും നീക്കുകയാണോ? അനുജ, ഏറെ ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. കോവിഡ് വ്യാപനം കണക്കിലെടുത്തുള്ള നിയന്ത്രണങ്ങൾ നീക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ മാസം 27 മുതൽ വിമാന സർവീസുകൾ, രാജ്യാന്തര വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്കാകും. 2020 മാർച്ച് 23 രാജ്യാന്തര വിമാന സർവീസുകൾ നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. പിന്നീട് പലവട്ടം ആ നിയന്ത്രണം നീട്ടുകയായിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 15 രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള ആലോചനയിൽ കേന്ദ്ര സർക്കാർ നീങ്ങിയിരുന്നു. അപ്പോഴായിരുന്നു കോവിഡ് ഒമിക്രോൺ വ്യാപനം രൂക്ഷമായത്. ഇതിനെ തുടർന്ന് ആ തീരുമാനം പിന്നീട് നീട്ടുകയായിരുന്നു. അങ്ങനെ ഏകദേശം 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ രാജ്യാന്തര വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് പോകുന്നത്. അതേസമയം തന്നെ 2020 ജൂലൈ മുതൽ എയർ ബബിൾ സർവീസ് പ്രകാരം വിവിധ രാജ്യങ്ങളുമായി കരാർ ഏർപ്പെട്ട വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും ഒരു സാധാരണ നിലയിലേക്ക് പോകുന്നു എന്നുള്ള ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ വിശദമായ ഒരു മാർഗരേഖ വൈകാതെ വ്യോമയാന മന്ത്രാലയം പുറത്തിറക്കും. ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു മാർഗനിർദ്ദേശ പ്രകാരം വിമാന സർവീസുകൾ പുനരാരംഭിക്കുക എന്നാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അനുജ, ശരി. ഈ മാസം 27 മുതൽ രാജ്യാന്തര വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു. തിരികെ 24 വാർത്തയിലേക്ക്. രാജ്യസഭാ സീറ്റുകളിലേക്ക് LDFും UDFും ഔദ്യോഗിക ചർച്ചകൾ ആരംഭിച്ചില്ലെങ്കിലും അവകാശവാദവുമായി ഘടകകക്ഷികളും നേതാക്കളും രംഗത്ത്. ഇടതുമുന്നണി നേതൃത്വത്തോട് രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടുമെന്ന് LJD അറിയിച്ചു. സീറ്റ് മോഹം തുറന്നു പറഞ്ഞ് മുതിർന്ന കോൺഗ്രസ് നേതാവ് KV തോമസും രംഗത്തെത്തി. രാജ്യസഭയിലേക്ക് ഒഴിവുവരുന്ന 3 സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെങ്കിലും LDFോ UDFോ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല. എങ്കിലും സീറ്റ് മോഹമുള്ള നേതാക്കളും ഇരുമുന്നണിയിലെയും ഘടകകക്ഷികളും നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ശ്രേയാംസ് കുമാറിന്റെ ഒഴിവിലേക്ക് വീണ്ടും അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് LJD. ഇന്ന് ചേർന്ന നേതൃയോഗം ഇടതുമുന്നണിയോട് സീറ്റ് ആവശ്യപ്പെടാനും തീരുമാനിച്ചു. LJDക്ക് തന്നെ ഒഴിവ് വരുന്ന ഈ സ്ഥാനം, ഇപ്പോൾ LJD വഹിക്കുന്ന സ്ഥാനം LJDക്ക് തന്നെ അടുത്ത 6 വർഷത്തേക്ക് തരണം എന്ന് LDFിൽ ആവശ്യപ്പെടാൻ ഇന്ന് ചേർന്ന സംസ്ഥാന നേതൃയോഗം തീരുമാനിച്ചിട്ടുണ്ട്. അനുഭവ സമ്പത്തുള്ള നേതാവാണ് താനെന്ന് ചൂണ്ടിക്കാട്ടിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് KV തോമസ് രാജ്യസഭയിലേക്ക് മത്സരിക്കാനുള്ള ആഗ്രഹവും തുറന്നു പറഞ്ഞു. ഇതുവരെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ താൻ ആത്മാർത്ഥമായി നിർവഹിച്ചിട്ടുണ്ടെന്നും KV തോമസ്. 35 വർഷക്കാലം സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും പാർലമെന്റിലും അസംബ്ലിയിലും പ്രവർത്തിക്കുകയും 15 വർഷക്കാലം എറണാകുളം DC പ്രസിഡന്റും വയനാട് ജില്ലയുടെ KPC ട്രഷറൊക്കെ ആയാണ്. അപ്പോൾ പാർട്ടിയിൽ എനിക്ക് നല്ല സ്ഥാനങ്ങൾ തന്നിട്ടുണ്ട്. അത് ഞാൻ ആത്മാർത്ഥമായ ആ കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന്റെ പരിഗണനാ പട്ടികയിലുള്ള മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് തയ്യാറായില്ല. അതേക്കുറിച്ചൊന്നും ചർച്ച നടത്തരുത്. ഇപ്പോഴും ധൈര്യമായിട്ട് നമുക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനമാണ്. നമ്മുടെ അത്തരം കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. UDFിൽ CMPയും അവകാശവാദം ഉന്നയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. CPMും കോൺഗ്രസും സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടുനൽകാൻ തയ്യാറാകുമോ എന്നതും ശ്രദ്ധേയമാണ്. 24 തിരുവനന്തപുരം. പാതയോരങ്ങളിലെ കൊടിത്തോരണങ്ങൾ സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. നിയമവിരുദ്ധമായി കൊടികൾ സ്ഥാപിച്ചത് ആരാണെന്നത് ഹൈക്കോടതിക്ക് വിഷയമല്ല. ആര് നിയമവിരുദ്ധമായി കൊടിത്തോരണങ്ങൾ സ്ഥാപിച്ചാലും നടപടി സ്വീകരിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. അനധികൃതമായി സ്ഥാപിച്ച കൊടിത്തോരണങ്ങളുടെ വിശദാംശങ്ങൾ കൈമാറാത്തതിലാണ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നേരെ വിമർശനം. ഇക്കാര്യത്തിൽ ഹൈക്കോടതിക്ക് പ്രത്യേക താൽപര്യങ്ങളില്ല. കോർപ്പറേഷൻ അനുമതിക്ക് വിരുദ്ധമായി ഫുട്പാത്തിൽ കൊടിത്തോരണങ്ങൾ സ്ഥാപിച്ചത് എങ്ങനെയാണ്? നിയമലംഘനങ്ങളുടെ നേരെ കോർപ്പറേഷൻ കണ്ണടച്ചത് എങ്ങനെയാണ്? നടപടിയെടുക്കാൻ പേടിയാണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി തുറന്നു പറയണം. പേടിയില്ലാത്ത ഉദ്യോഗസ്ഥർ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. ആലുവ 4-ാം മൈലിൽ സിൽവർ ലൈനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. 10ഓളം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. മതിയായ രേഖകളില്ലാതെ സ്വകാര്യ ഭൂമിയിൽ കയറാനോ കല്ലിടാനോ അനുവദിക്കില്ല എന്നാണ് സമരസമിതിയുടെ നിലപാട്. കീഴ്മാട് പഞ്ചായത്ത് 8-ാം വാർഡിലെ 40ഓളം വീടുകളുടെ സമീപത്തോടെയാണ് പദ്ധതി കടന്നുപോകുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കീഴ്മാട് പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതേസമയം പോലീസ് സംരക്ഷണയോടെ പൊതു ഇടങ്ങളിൽ കല്ലിടൽ പുരോഗമിക്കുകയാണ്.
ഒഴിപ്പിക്കൽ ദൗത്യം അവസാന ഘട്ടത്തിലേക്ക്. വെടിനിർത്തലിനിടയിലും ആക്രമണം തുടർന്ന് റഷ്യ. കീവ് വിടാതെ വ്ളാഡിമിർ സെലൻസ്കി. സുരക്ഷിതമോ മാനുഷിക ഇടനാഴി? 9:30 ഡിബേറ്റ്. സുജയ പാർവതിക്കൊപ്പം. അങ്കമാലി കൊരട്ടിയിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. ഭർത്താവിന്റെ അമ്മയുടെ സുഹൃത്താണ് മർദ്ദിച്ചതെന്നാണ് യുവതിയുടെ പരാതി. മർദ്ദനത്തിൽ യുവതിയുടെ മുഖത്തിന് പരുക്കേറ്റു. മുഖത്തെ എല്ലുകൾക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. യുവതി അങ്കമാലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഭക്ഷണം പോലും നൽകാതെ പട്ടിണിക്കിട്ടിരുന്നതായും യുവതി 24-നോട് വെളിപ്പെടുത്തി. ഭർത്തൃമാതാവും സുഹൃത്തും തമ്മിലെ സംഭാഷണം യുവതി റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്താണ് ഭർത്തൃമാതാവിന്റെ സുഹൃത്ത് യുവതിയെ മർദ്ദിച്ചത്. യുവതിയുടെ മുഖത്തും കണ്ണിനും പരിക്കുണ്ട്. മുഖത്തെ എല്ലുകൾക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. ഭർത്തൃവീട്ടിൽ നിന്ന് തനിക്ക് ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നുവെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ഭർത്തൃമാതാവും ഭർത്താവിന്റെ സഹോദരനും ചേർന്ന് മർദ്ദിച്ചിരുന്നു. ഭക്ഷണം പോലും തരാതെ പട്ടിണിക്കിട്ടു. ശുചിമുറിയിലെ വെള്ളം കുടിച്ചാണ് കഴിഞ്ഞിരുന്നതെന്നും യുവതി പറഞ്ഞു. ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കയറി ആ ദിവസം തൊട്ട് അവർക്ക് സമാധാനം തന്നിട്ടില്ല. ഒരു രീതിയിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ട് പോലും എന്നെ അവർ മാനസികമായിട്ട് ഒരുപാട് തളർത്തി. അതുകൊണ്ടാണ് ഞാൻ അവിടെ അടിച്ച് വാരി എന്നതിന്റെ പേരിൽ ഈ അമ്മായിയമ്മ ഒരുപാട് എന്നെ വഴക്കു പറയും. യുവതിക്ക് മർദ്ദനമേറ്റതായി ഭർത്താവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വീട്ടുകാർ യുവതിക്ക് ഭക്ഷണം പോലും നൽകിയിരുന്നില്ല. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി താനാണ് പലപ്പോഴും ഭക്ഷണം വാങ്ങി നൽകിയിരുന്നതെന്നും ഭർത്താവ് മുകേഷ് പറഞ്ഞു. അമ്മേനെ പേടിച്ചിട്ട് വീട്ടിൽ ചെറിയ സാഹചര്യങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്നു. ആ സമയത്തൊക്കെയാണ് ടോയ്ലറ്റിൽ നിന്നുള്ള പൈപ്പ് വെള്ളം എടുത്ത് കുടിച്ചു എന്നൊക്കെ ഉള്ള രീതിയിൽ വന്നിട്ടുള്ളത്. അത് ഞാൻ വന്നിട്ടാണ്, പിന്നെ ഓഫീസ് ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. അത് ആൾക്ക് പേടിയുണ്ടായിട്ടാണ് ആൾ പുറത്തിറങ്ങാണ്ടിരുന്നിട്ടുള്ളത്. കൊരട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാൻ വൈകിയെന്നും പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും യുവതി ആരോപിക്കുന്നുണ്ട്. 24 കൊച്ചി. മധ്യപ്രദേശിൽ ആദിവാസികൾക്കിടയിൽ സന്നദ്ധ സേവനം നടത്തുന്ന സാമൂഹിക പ്രവർത്തക ദയാബായിക്ക് ട്രെയിനിൽ സഹയാത്രികരുടെ അധിക്ഷേപം. എറണാകുളത്ത് നിന്ന് രാജ്കോട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് അധിക്ഷേപം ഉണ്ടായത്. തന്റെ രൂപത്തെ വെച്ച് ഇവർ ആക്ഷേപിച്ചുവെന്നാണ് ദയാബായി പറഞ്ഞത്. എറണാകുളത്ത് ചൈൽഡ് ലൈനിന്റെ ഒരു പരിപാടി കഴിഞ്ഞ് കൊച്ചുവേടി പോർബന്ദർ ട്രെയിനിൽ യാത്ര ചെയ്യവെയാണ് സംഭവം. ഒരു കുടുംബമാണ് അപമാനിച്ചത് എന്ന് ദയാബായി വ്യക്തമാക്കുന്നുണ്ട്. ഇവർ ജാംനഗറിൽ ഇറങ്ങിയതായും ദയാബായി പറഞ്ഞു. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ദയാബായിക്കൊപ്പം യാത്ര ചെയ്തവരെ കണ്ടെത്താൻ തുടർ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും RPF അറിയിച്ചു. പടയോട് പട എന്തെല്ലാം വേണ്ടാധീനം മഹാചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്ലൈറ്റിൽ പോകോട് എനിക്കറിയാം എവിടെയാ പോകേണ്ടതെന്ന്. അന്നേരം ഈ ന്യൂ ഓർഡർ കൊടുക്കണം. ഞാൻ പറഞ്ഞു റെയിൽവേ റൂളുണ്ട്, അതുകൊണ്ടാണ്. അന്നേരം റൂൾ ഒന്ന് കാണിക്കാനാണ്. അവസാനം ഇവന്മാരുടെ ശല്യം കൊണ്ട് ഞാൻ അധികം നേരം പാസ്സേജ് നിൽക്കായിരുന്നു. എനിക്ക് മഹാചീട്ട് ആരാണ് കൂടെ വന്നതെന്നൊക്കെ കണ്ടു. ഇവരും ചാലുവാണ്, അവരുടെ രൂപം കണ്ടില്ലേ, സ്ത്രീയാണോ പുരുഷനാണോ ഇങ്ങനത്തെ മഹാചീട്ടയായിട്ട് പറയുന്നുണ്ടായിരുന്നു. 24 വാർത്ത തുടരുന്നു. സംസ്ഥാന വൈദ്യുതി ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റുകൾക്ക് അനുമതി. ഇത് സംബന്ധിച്ച് വൈദ്യുതി ബോർഡ് ഉത്തരവിറക്കി. ദുരന്ത നിവാരണ വിഭാഗത്തിൽ KSEBയെ ഉൾപ്പെടുത്തിയാണ് അനുമതി. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനടി പ്രതികരിക്കേണ്ടുന്ന സെക്ഷൻ ഓഫീസുകളിലെ വാഹനങ്ങൾക്ക് ബീക്കൺ ലൈറ്റുകൾക്ക് അനുവാദം നൽകിയിട്ടില്ല എന്നതാണ് വിചിത്രം. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ്, ദുരന്ത നിവാരണ വകുപ്പ് എന്നിവയിലെ വാഹനങ്ങൾക്ക് മാത്രമാണ് ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുള്ളത്. ഇതിൽ വൈദ്യുതി ബോർഡിനെ കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു. ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കാണ് വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കാൻ അനുമതി. ദുരന്ത നിവാരണ വിഭാഗത്തിൽ KSEBയെ ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അനുമതി നൽകിയിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനടി പ്രതികരിക്കേണ്ട ഏജൻസിയാണ് KSEB എന്ന് ഉത്തരവിൽ വ്യക്തമാക്കുന്നു. KSEB ചെയർമാൻ, ഡയറക്ടർമാർ, ചീഫ് എഞ്ചിനീയർമാർ എന്നിവരുടെ വാഹനങ്ങളിൽ ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കാം. ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർ, പ്രസരണ വിതരണ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ എന്നിവർക്കും ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ നടപടിയെടുക്കേണ്ട ഫീൽഡ് തല വാഹനങ്ങൾക്ക് ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കാൻ അനുമതിയില്ല. പോസ്റ്റുകൾ തകരുമ്പോഴും ലൈനുകൾ പൊട്ടിവീഴുമ്പോഴും ഉടൻ പ്രതികരിക്കാൻ എത്തേണ്ടുന്ന വാഹനങ്ങളെ ഒഴിവാക്കി ഉന്നത ഉദ്യോഗസ്ഥർക്ക് ലൈറ്റുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകിയതാണ് വിചിത്രം. VA ഗിരീഷ്, 24, തിരുവനന്തപുരം. പെൺമയുടെ കരുത്തിന് ആദരം. ഇന്ന് വനിതാ ദിനം. തിരുവല്ല ബിലീവേഴ്സ്
എസ് മെഡിക്കൽ കോളേജിൽ ആത്മവിശ്വാസത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും അടയാളമായി സ്വന്തം ജീവിതത്തെ മാറ്റിയ ഒരു അധ്യാപികയുണ്ട്. വാഴൂർ സ്വദേശി ലിൻ എലിസബത്ത്. പ്രതിസന്ധികളിൽ തകർന്നു പോകുന്നവരോട് ഈ അധ്യാപികയ്ക്ക് ചിലത് പറയാനുണ്ട്. കേൾക്കാം. എൻ്റെ പേര് ലിൻ എലിസബത്ത് തോമസ്. ഞാൻ കോട്ടയം വാഴൂർ സ്വദേശിയാണ്. എൻ്റെ പിതാവ് ഒരു ടീച്ചറായിരുന്നു, അമ്മ നഴ്സിംഗ് സിസ്റ്റർ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ മൂത്ത കുട്ടിയാണ്. എക്കൻഡ്രോപ്ലാസിയ എന്ന ജനറ്റിക് കണ്ടീഷനുമായാണ് ഞാൻ ജനിച്ചത്. എക്കൻഡ്രോപ്ലാസിയ എൻ്റെ ശരീരത്തെ മാത്രമല്ല എൻ്റെ ജീവിതം മുഴുവൻ മാറ്റിമറിച്ച ഒരവസ്ഥയാണ്. എക്കൻഡ്രോപ്ലാസിയയെ ഒരു ശാപമായും ഒരു പാപമായും കാണുന്ന ഉത്തരേന്ത്യയിലാണ് ഞാൻ ജനിച്ചത്. നമ്മുടെ സമൂഹത്തിൽ മാമിനെ പോലെ ഒരാൾ ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമായിരിക്കും. പക്ഷെ അതിലൊന്നും ഒരു കോംപ്ലക്സ് ഇല്ലാതെ എന്നാൽ ഒരിക്കൽ പോലും മാം അങ്ങനെ ഒരു ഡൗൺ ആയിട്ട് നമ്മൾ കണ്ടിട്ടില്ല. നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം, മാമിനെ നമ്മളൊരു ചിരിയുടെ മാത്രം മാമിനെ നമ്മൾ ക്യാമ്പസിലായാലും എവിടെയായാലും കണ്ടിട്ടുള്ളൂ. അപ്പൊ നമ്മളെ മാം പഠിപ്പിച്ചതൊക്കെ 1 വർഷം മാത്രമാണെങ്കിലും ഈ 5 വർഷമായിട്ട് മാമിനോട് നമുക്ക് അങ്ങനെ ഒരു ബോണ്ട് നമുക്കുണ്ട്. Girls are taking care of family and children. Okay, we are telling that the girls are made, they are created for the family. സൊസൈറ്റി ഡെഫിനറ്റ്ലി നമ്മൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോഴത്തേക്കും അത് റിജക്റ്റ് ചെയ്യും. ഒരിക്കലും നല്ലതാണ് ഒരിക്കലും പറയത്തില്ല. ബട്ട് വി ഷുഡ് നോട്ട് ഗിവ് അപ്പ്. നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞ് നിൽക്കല്ല. ഓക്കെ, നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യണം. മറ്റു വാർത്തകളിലേക്ക് കൂടി. അട്ടപ്പാടിയിലെ നവജാത ശിശുമരണത്തിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര പട്ടികവർഗ കമ്മീഷൻ. ശിശുമരണത്തെക്കുറിച്ചും നടപടികളെക്കുറിച്ചും 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. ചീഫ് സെക്രട്ടറിക്കും പാലക്കാട് ജില്ലാ കളക്ടർക്കുമാണ് നോട്ടീസ് നൽകിയത്. അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾ ചൂണ്ടിക്കാട്ടി BJP നേതാവും മുൻ MPയുമായ പ്രൊഫസർ റിച്ചർഡ് ഹേയാണ് കേന്ദ്ര പട്ടികവർഗ കമ്മീഷന് പരാതി നൽകിയത്. കഴിഞ്ഞ വർഷം 9 നവജാത ശിശുമരണമുണ്ടായി എന്നതാണ് ഔദ്യോഗിക കണക്ക്. ഈ വർഷം 2 കുട്ടികളും മരണമടഞ്ഞു. കോട്ടയത്ത് മൊബൈൽ ഫോൺ ബാറ്ററി പൊട്ടിത്തെറിച്ച അപകടം. കോഴിച്ചന്ത റോഡിലെ SK മൊബൈൽസ് എന്ന സ്ഥാപനത്തിലാണ് അപകടമുണ്ടായത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ റിപ്പയർ ചെയ്യാൻ കൊണ്ടുവന്ന മൊബൈൽ ഫോണിന്റെ ബാറ്ററി പൊട്ടിത്തെറിക്കുകയായിരുന്നു. ജീവനക്കാരും കടയിൽ വന്നവരും പെട്ടെന്ന് ഓടി മാറിയതിനാൽ അപകടം ഒഴിവായി. ആലപ്പുഴ വെൺമണി ഇരട്ടക്കൊലക്കേസിൽ 1-ാം പ്രതിക്ക് വധശിക്ഷ. ലബിലോ ഹുസൈനാണ് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. 2-ാം പ്രതി ജുവൽ ഹുസൈനെ ജീവപര്യന്തം തടവിനും ശിക്ഷിച്ചു. വയോധിക ദമ്പതികളായ AP ചെറിയാൻ, ഭാര്യ ഏലിക്കുട്ടി ചെറിയാൻ എന്നിവരെ 2019 നവംബർ 11 ഇവരും ചേർന്ന് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. കൊല നടത്തിയ ശേഷം പ്രതികൾ 45 പവൻ സ്വർണവും 17,000 രൂപയും കവർന്നിരുന്നു. പ്രതികൾ ബംഗ്ലാദേശ് സ്വദേശികളാണ്.